ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീക്കിലി അനാലിസിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഈ മാസം അവസാനിക്കുകയാണ്. ഏകദേശം ഒരു 4 ഡേയ്സും കൂടി കഴിഞ്ഞാൽ ഈ മന്തും അവസാനിക്കും. പക്ഷേ നമ്മുടെ ഏപ്രിൽ മാസത്തെ ക്യാൻഡിൻ്റെ ഹൈ ലോയോ ഒന്നും ബ്രേക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇപ്പോഴും നല്ല എക്സ്ട്രീം പ്രീമിയത്തിൽ പ്രൈസ് ബുള്ളിഷായിട്ട് തന്നെ നിൽക്കുകയാണ്. ഇപ്പോൾ മന്തിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം പ്രൈസ് ഒരു സൈഡ് വേ റേഞ്ചിലേക്ക് മാറുകയാണ്. ഞാൻ ഓൾറെഡി ഇത് പറഞ്ഞില്ല. അപ്പോൾ 1 വർഷമോ 2 വർഷമോ 3 വർഷത്തേക്കൊക്കെ വരെ ചിലപ്പോൾ ഈ റേഞ്ചിൽ പ്രൈസ് നിൽക്കാം. ചിലപ്പോൾ ലിക്വിഡേറ്റ് ഒക്കെ ചെയ്യാം, പക്ഷേ ഈ ഒരു റേഞ്ചിൽ നിൽക്കാം. നല്ല എക്സ്ട്രീം പ്രീമിയത്തിൽ നിൽക്കുന്നു. എന്നാൽ ഇത് നല്ല സ്ട്രോങ് ആയിട്ട് ഇരിക്കണം. ഗോൾഡ് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കണതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു റേഞ്ചിലുള്ള ട്രേഡ്സ് എടുക്കാനേ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം വീക്കിൽ എന്താ സംഭവിച്ചേക്കണം. വീക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ബുള്ളിഷിലേക്ക് വന്നതിന് ശേഷം പ്രൈസ് തിരിച്ച് പുൾ ബാക്ക് എടുത്തു അല്ലേ. ഇപ്പോൾ 2 വീക്കായിട്ട് ബിയറിഷ്, അതിന് ശേഷം വീണ്ടും 2 വീക്കായിട്ട് ബുള്ളിഷ്, പിന്നെ ബിയറിഷ്. പക്ഷേ ബിയറിഷ് വരുമ്പോഴും നോക്കിക്കേ ഓൾറെഡി ആ ഹൈ ഒക്കെ പ്രൈസ് എടുത്തിട്ടാണ് പ്രൈസ് റിയാക്ട് ചെയ്തത്. നമുക്ക് ഡേയിലേക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഡീപ്പായിട്ട് നോക്കാം. ഡേയിലേക്ക് വന്നു കഴിഞ്ഞാൽ 5 ഡേയ്സിൽ 2 ഡേയ്സ് നല്ല ബുള്ളിഷും അതിനുശേഷം 3 ഡേയ്സ് നല്ല ബിയറിഷിലേക്കും പോന്നിട്ടുണ്ട് അല്ലേ. പ്രൈസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹൈയും ഈ ഹൈ ഒന്നും പ്രൈസിന് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. ഈ ഹൈ ഒക്കെ ബ്രേക്ക് ചെയ്ത് പോയാൽ ഇനിയും പ്രൈസ് നല്ല ബുള്ളിഷിലേക്കൊക്കെ മൂവ് ചെയ്യുള്ളൂ. നമുക്ക് 4 അവറിൻ്റെ ഇതിലേക്ക് വരാം. 4 അവറിലാണ് നമ്മൾക്ക് ഈ ആഴ്ച ഒരു എൻട്രി ഉണ്ടായിരുന്നത്. ഞാൻ ഈ ആഴ്ച ട്രേഡൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ എന്നാലും നമുക്ക് സ്റ്റുഡൻസിന് വേണ്ടി ഒന്ന് പല ആൾക്കാരും ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ട്രേഡ് ഇട്ടോ നല്ല രീതിയിൽ റിയാക്ഷൻ തന്നു. നമുക്ക് 4 അവറിൻ്റെ OB ഇവിടെ നമ്മൾ റിഫൈൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ 1 അവറിൻ്റെ OB ഒക്കെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 5 മിനിറ്റിലൊക്കെ പോയി എടുക്കാം. അല്ല അത്ര ഹൈ പ്രയോറിറ്റി ട്രേഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 5 മിനിറ്റിലൊക്കെ ഏതെങ്കിലും ഒരു ടൈം ഫ്രെയിമിൽ കൺഫർമേഷൻ എടുത്തിട്ട് കയറാം. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ അതിന് മുമ്പ് അതേപോലെയുള്ള ഒരു ടൈം ഫ്രെയിമിലുള്ള POയിൽ അതേ കൺഫർമേഷൻ നമുക്ക് കിട്ടിയതായിട്ട് ഉണ്ടാകണം ഈ ഒരു സ്ട്രക്ചറിൽ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് കയറാം. അല്ലാന്നുണ്ടെങ്കിൽ വലിയ റിസ്ക് ആയിരിക്കും ആ ഒരു പൊസിഷനിൽ എടുക്കുന്നത്. നമുക്ക് ആ 4 അവറിൻ്റെ ആ OB ഒക്കെ പ്രൈസ് റിയാക്ട് ചെയ്ത് ഫെയിൽ ആയിട്ടുണ്ട്. എന്നാലും ഇതൊരു കുഴപ്പമില്ലാത്ത സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു ഹൈ ആണ്. ഫസ്റ്റ് വന്ന് ഇതിൻ്റെ ഹൈന് ഇവിടെ വിക്ക് ബ്രേക്ക് ആയതിനു ശേഷം നല്ല ബോഡി ബ്രേക്ക് നല്ല സ്ട്രോങ് ആയിട്ടാണ് പ്രൈസ് പോയത്. മിക്കതും മൺഡേ നോക്കുന്നത് ചിലപ്പോൾ ഇവിടെ നിന്ന് കയറാൻ മൺഡേ എങ്ങാനും പ്രൈസ് താഴേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇത് ലിക്വിഡേറ്റ് ചെയ്തിട്ടൊന്ന് റിയാക്ട് ചെയ്യും. ചിലപ്പോൾ ഒരു 2 ഡേയ്സ് റിയാക്ട് ചെയ്തിട്ട് തിരിച്ച് വരാം. തിരിച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു 4 അവറിൻ്റെ OBയിൽ അതത്ര ഭയങ്കര സംഭവമാണെന്നൊന്നും പറയുന്നില്ല. ഇത് മിക്കവാറും വരികയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് റിയാക്ട് ചെയ്ത് ലിക്വിഡേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നല്ല വരികയെ തന്നെ നല്ല ലിക്വിഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിയാക്ഷൻ ആയിരിക്കും അത് കിട്ടാൻ പോകുന്നത്. പിന്നെ സൈഡ് വേ ട്രെൻഡ് ആയതുകൊണ്ട് റിയാക്ട് ചെയ്യാതിരിക്കാനുള്ള റീസൺ കുറവാണ്. ഇപ്പോൾ സൈഡ് വേ ട്രെൻഡ് അല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു OB വന്നു കഴിഞ്ഞാൽ എന്തായാലും റിയാക്ട് ചെയ്ത് ഫെയിൽ ചെയ്ത് പോവുകയേ ചെയ്യുള്ളൂ. സൈഡ് വേ ട്രെൻഡ് ആയതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. അതായത് പല വീക്ക് POIകളും അതായത് നമ്മൾ നേരത്തെ എടുക്കുമ്പോൾ അത് വീക്കാണ്, അത്ര സ്ട്രോങ് അല്ല, റിയാക്ഷൻ സാധ്യത കുറവാണെന്ന് വിചാരിക്കുന്ന പല POIകളും നല്ല സ്ട്രോങ് ആയിട്ട് റിയാക്ട് ചെയ്യുന്നൊരു ഒരു ഏരിയയാണ് ഈ സൈഡ് വേ ട്രെൻഡിൽ. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാം. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അതൊക്കെയുള്ളതായിരിക്കും ലിക്വിഡിറ്റി, അതൊക്കെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഓർഡേഴ്സ്. അപ്പോൾ അതെടുത്ത് പോകുന്നെന്ന് മാത്രമേ ഉള്ളൂ. പ്രൈസ് എന്നാൽ നല്ല ഡിസ്കൗണ്ടിലേക്ക് വരുന്നുമില്ല. ഇപ്പോൾ ഇവിടെ നിന്ന് റിയാക്ട് ചെയ്തെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ ഏകദേശം 350 ആ ഒരു പൊസിഷനിൽ വന്നിട്ട് ഏകദേശം 377 $20-25 മേൽ പ്രൈസ് മൂവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ വിചാരിച്ച പോലെ ഈ ഹൈ ഒന്നും ബ്രേക്ക് ചെയ്ത് പോകുന്നൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു റിയാക്ഷൻ നല്ലൊരു POI ആണിത്. ഈ ഒരു റിയാക്ഷൻ നല്ല രീതി മിനിമം ഇത് വന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെയെങ്കിലും 50% എടുത്തിട്ട് വേണം പ്രൈസ് താഴേക്ക് വരാം. പക്ഷേ അതൊന്നും കണ്ടില്ല. പിന്നെ ഇവിടെ 4 അവറിൽ ഓർഡർ ഫ്ലോ ചോദിച്ച ആൾക്കാരുണ്ട്. ഇവിടെ 4 അവറിൽ ഓർഡർ ഫ്ലോ ഉണ്ടായിരുന്നു. ഓർഡർ ഫ്ലോയിൽ തന്നെയാണ് വന്ന് മിറ്റിഗേഷൻ നടന്നത്. അപ്പോൾ നമുക്ക് 1 അവറിലേക്ക് വരാം. 1 അവറിലും 4 അവറിലൊക്കെ എൻ്റെ എല്ലാം ഇൻറ്റേർണലാണ്. ഓൾറെഡി ഞാൻ എല്ലാ സ്ട്രക്ചർ മാപ്പ് വരച്ചതിന് ശേഷമാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കോഴ്സ് എടുക്കാത്ത ആൾക്കാരും ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ട്രക്ചർ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് കോപ്പി ചെയ്യാവുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാനിത് ഫുള്ള് ഡ്രോയിങ് ചെയ്തിട്ട് വരക്കുന്നത്. പലരും വീക്കിലി അനാലിസിസ് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ഡ്രോയിങ് ചെയ്യാതെ ജസ്റ്റ് ആ ലാസ്റ്റുള്ള സ്ട്രക്ചർ മാത്രമായിരിക്കും കാണിക്കുന്നത്. അത് വേറെ ഒന്നുമല്ല, അവരുടെ ആ ഒരു സ്ട്രക്ചർ വരുമ്പോൾ പുറത്തേക്ക് പോകാതിരിക്കാനായിരിക്കും. പക്ഷേ നിങ്ങൾ എത്ര പേര് കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് സന്തോഷമുള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും കൂടി ഒരു പൊസിഷനിൽ ട്രേഡ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ബെറ്ററാണ്. പക്ഷേ അവിടെ നമുക്ക് ചലഞ്ച് തന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കൂടി ട്രേഡ് എടുക്കുമ്പോഴത്തേക്ക് അതൊരു ഫണ്ടഡ് അക്കൗണ്ടാണ്, സ്ഥിരമായിട്ട് പ്രോഫിറ്റ് എടുക്കുന്നത് നിങ്ങളുടെ അക്കൗണ്ടാണെന്നെങ്കിൽ അവിടെ നിങ്ങൾ റിസ്ക്കും കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്യേണ്ടി വരും. എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ വലിയ റിസ്ക് ഒക്കെ ഇട്ട് നിങ്ങൾ ആ ഒരു ഏരിയ ട്രേഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രോഫിറ്റ് അവർ ഡിക്ലൈൻ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ഒരുപാട് ഡിക്ലൈൻ കിട്ടിയിട്ടുള്ളൊരു വ്യക്തി ആയതുകൊണ്ട് പറയുന്നത്. അപ്പോൾ നമുക്ക് 1 അവറിലൊക്കെ പറയേണ്ടതുണ്ട് ഈ ചേഞ്ച് ഓഫ് ക്യാരക്ടറാണ് 1 അവറിൻ്റെ ഐഡിയ, 1 അവറിൻ്റെ എക്സ്ട്രീം OB ആണ് ഈ കാണുന്നത്. പക്ഷേ
ഈ ഒരു പൊസിഷനൊക്കെ ഒന്ന് റിയാക്ട് ചെയ്തിട്ടായിരിക്കും പ്രൈസ് താഴേക്ക് വന്നത്. ഈ ഒരു പൊസിഷനിലേക്ക് കിട്ടിയ ധൈര്യമായിട്ട് ട്രേഡ് എടുത്തോട്ടെ. ഇപ്പോൾ മൺഡേ ട്യൂസ്ഡേ ഒക്കെ വന്നിട്ട് വെനസ്ഡേ ഒക്കെ കയറി ഇതിൽ വരികയാണെങ്കിൽ തേഴ്സ്ഡേ ഫ്രൈഡേ കൊണ്ട് നല്ല റിയാക്ഷൻ കിട്ടും. ഒരു 50% എങ്കിലും ഓടിപ്പോവും പ്രൈസ്. നല്ല കിട്ടലിന് എൻട്രി ആയിരിക്കും. പക്ഷേ ഞാൻ പറയണ സെല്ലിലേക്ക് നിങ്ങൾ നോക്കുക, ബൈയിലേക്ക് നോക്കുക. ഇപ്പോൾ സെല്ലിലേക്ക് നോക്കണമെങ്കിൽ എങ്ങനെ നോക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 1 അവറിൻ്റെ സ്ട്രക്ചറിൽ 1 അവറിൻ്റെ ഇന്ത്യണൽ ഐഡിയം എടുത്തു. ഇവിടെ ഒരു OB ഉണ്ട്. ഈ ഒരു OBയിൽ നല്ലൊരു OBയാണ്. ഈ ഒരു പൊസിഷനിൽ പ്രൈസ് താഴേക്ക് പോരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഈ ലോയൊക്കെ തന്നെ ടാർഗറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇന്ത്യണൽ ആയതുകൊണ്ട് ഈ ലോ ടാർഗറ്റ് ചെയ്യുന്നതിനേക്കാളും നല്ലത് നിങ്ങൾ 50 മിനിറ്റിലൊക്കെ പോയിട്ട് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പൊക്കെ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ 50 മിനിറ്റിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് സെക്ഷൻ്റെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ഒരു സൈഡ് വേ ട്രെൻഡ് ആയതുകൊണ്ട് കഴിഞ്ഞ ആഴ്ച സെക്ഷൻ പോലെ ഈ ആഴ്ച പോകില്ല, ഇന്നലത്തെ സെക്ഷൻ പോലെ ഇപ്പോൾ ഇന്ന് പോയാല എന്തെങ്കിലും ഒരു ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ അത് പിറ്റേ ദിവസം അത് ആവർത്തിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ഓരോ ദിവസവും നോക്കുക ഇന്ന് എങ്ങനെയാണ് മൂവ് ചെയ്തത്, പുതിയൊരു രീതിയിലാണ് മൂവ് ചെയ്യുമെങ്കിൽ നാളെ അതേ സെറ്റപ്പിൽ തന്നെ പ്രൈസ് മൂവ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ആ ഒരു പാറ്റേൺ കണ്ടുപിടിക്കുക എന്നതാണ് ഒരു ട്രേഡർ നോക്കേണ്ടത്. അങ്ങനത്തെ ഒരു പാറ്റേൺ കണ്ടുപിടിക്കണമെങ്കിൽ എത്ര റിസ്കി മാർക്കറ്റാണെങ്കിൽ നിങ്ങൾ സുഖമായിട്ട് എന്ത് ചെയ്യുക, ട്രേഡിന് കയറി നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇത് ഇത്രമേ പറയാനുള്ള. ഇങ്ങനത്തെ പൊസിഷനിലേക്ക് കാണണമെങ്കിൽ ബൈ എടുക്കുക. അതേപോലെ തന്നെ സെല്ല് കിട്ടണമെങ്കിൽ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 50 മിനിറ്റിൻ്റെ ഒരു ബിയറിഷ് OBയിലാണ് പ്രൈസ് നിൽക്കുന്നത്. ഈ ഇങ്ങനെയുള്ള OBകളിലൊക്കെ വന്നെയാണെങ്കിൽ പ്രൈസ് തിരിച്ച് ബുള്ളിഷ് ചേഞ്ച് ഓഫ് കെയർ ആണെങ്കിലും ഈ സെല്ലൊക്കെ കിട്ടണമെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ കറൻസിയിലേക്ക് ചെല്ലാം. ബ്രിട്ടീഷ് പൗണ്ടിലേക്ക് നമുക്ക് നോക്കാം. ബ്രിട്ടീഷ് പൗണ്ടിൽ എന്താണ് സംഭവിച്ചേക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ ബ്രിട്ടീഷ് പൗണ്ടിൽ പ്രീവിയസ് മന്തിൻ്റെ ലോ എടുത്തതിന് ശേഷം പ്രൈസ് ഒന്ന് റിയാക്ട് ചെയ്തു. പക്ഷേ അതേപടി തന്നെ പ്രൈസ് തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. ഓൾറെഡി സ്പോട്ട് ചെയ്ത എൻട്രി ആയിരുന്നു. നമുക്ക് 4 അവറിലും ബാക്കിയുള്ള ടൈം ഫ്രെയിമിൽ മൾട്ടിപ്പിൾ ടൈം ഫ്രെയിമിൽ ആ ഒരു POI ഉണ്ടായിരുന്നതാണ്. നമുക്ക് നേരെ വീക്കിലേക്ക് നോക്കാം. വീക്കിലേക്ക് നോക്കുമ്പോൾ പ്രൈസ് ആ ഒരു ബുള്ളിഷിലേക്ക് പ്രൈസ് പോയിട്ടുണ്ട്. ഇപ്പോൾ വീക്കിൻ്റെ ഇന്ത്യണൽ ഉണ്ടായിരുന്നു, പ്രീവിയസ് മന്തിൻ്റെ ലോ എടുത്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു എൻട്രി ആയിരുന്നു. നമുക്ക് ഡേയിലേക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡേയുടെ ഒരു OBയിലാണ് പ്രൈസ് നിന്ന് വെച്ചത്. അതിപ്പോഴും ഫെയിലായിട്ടില്ല. അപ്പോൾ ഇത്രയും റിയാക്ഷൻ ഉണ്ടായിരുന്നു. 3 ദിവസം പ്രൈസ് അതുകൊണ്ട് നല്ല ബുള്ളിഷിലേക്ക് പോയി. 2 ഡേയ്സ് ആയിട്ട് പ്രൈസ് അതേപടി തന്നെ താഴേക്ക് പോകുന്നു. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പൊസിഷനിൽ 4 അവറിൻ്റെ OB ഉണ്ടായിരുന്നു. 4 അവറിൻ്റെ ഇപ്പോൾ ഇന്ത്യണൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ട്രേഡ് എടുത്തു. 4 അവറിൻ്റെ ഇന്ത്യണൽ ഐഡിയ നമുക്ക് ഇതായിട്ട് എടുക്കാം. ഇവിടെ ഇന്ത്യണൽ OB ഉണ്ടായിരുന്നു, അതൊക്കെ ഫെയിൽ ചെയ്തു. ഇപ്പോൾ എക്സ്ട്രീമിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ എക്സ്ട്രീം OB. അപ്പോൾ ഈ ഒരു പൊസിഷൻ കൊള്ളാം. ഈ ഒരു പൊസിഷനിൽ നിന്ന് പ്രൈസ് റിയാക്ട് ചെയ്ത് പോകണമെങ്കിൽ ഇതിൽ നിന്ന് റിയാക്ട് ചെയ്ത് പ്രൈസ് ഈ ഹൈ ഒക്കെ എടുത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ പ്രൈസ് ഈ ഹൈയും എടുത്ത് പ്രൈസ് ബുള്ളിഷിലേക്ക് നല്ല രീതിയിൽ പോകാനുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ. അപ്പോൾ 1 അവറിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് 1 അവറിൽ ചേഞ്ച് ഓഫ് കെയർ തന്നിട്ടുണ്ട്. എന്നാലും നമുക്ക് 1 അവറിൻ്റെ ഒരു എക്സ്ട്രീം OB നേരത്തെ ഉണ്ടായിരുന്നൊരു പൊസിഷനിലാണ് 1 അവറിൻ്റെ OBയിലാണ് നിൽക്കുന്നത്. നമ്മളിപ്പോൾ വരച്ച ആ ഒരു പൊസിഷനാണ് 4 അവറിൻ്റെ. അപ്പോൾ 1 അവറിൻ്റെ അതിൻ്റെ തൊട്ട് താഴത്ത് 1 അവറിൻ്റെ OB ഉണ്ട്. അപ്പോൾ ഒരു വിക്ക് OB ആണ്. എന്നാൽ പോലും നമുക്ക് ഇത് ബ്രിട്ടീഷ് പൗണ്ട് ആയതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് ട്രേഡ് എടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് സെല്ല് കിട്ടണമെങ്കിൽ ബൈ കിട്ടണമെങ്കിലും പരമാവധി യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ യൂറോസിറ്റിയിലേക്ക് പോകാം. യൂറോസിറ്റി ഒന്നും മര്യാദക്ക് നോക്കിയിട്ടേ ഇല്ല ഉള്ള കാര്യം ഞാൻ പറയാമല്ലോ. ഈ വീക്ക് ഒട്ടും ട്രേഡ് എടുക്കാത്തൊരു വീക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ ട്രേഡ് ചെയ്യാത്ത പേരിൽ വലിയ മൈൻഡൊന്നും കൊടുത്തിട്ടില്ല. മന്ത് ഒരു ബിയറിഷ് ക്യാൻഡിലാണ്, എന്നാലും തിരിച്ച് ബുള്ളിഷിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്കും കഴിഞ്ഞ ഒരു 4 ആഴ്ച എടുത്ത് കഴിഞ്ഞാൽ 2 ആഴ്ച ബിയറിഷും 2 ആഴ്ച ബുള്ളിഷ്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച നല്ല രീതിയിൽ ബുള്ളിഷിലേക്ക് പ്രൈസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ 5 ഡേയ്സ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നാണ് പ്രൈസ് കയറി വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ വേറെ ഒന്നും പറയാനില്ല. ഇതിലൊന്നും നമുക്ക് ഡേയുടെ ഐഡിയ ഒന്നും എടുത്തിട്ടൊന്നുമില്ല. അപ്പോൾ നമുക്ക് 4 അവറിലേക്ക് വരാം. 4 അവറിലേക്ക് വന്നു കഴിഞ്ഞാലും 4 അവറിലും പ്രൈസ് ഇപ്പോൾ ഇനി ഈ ഒരു ഹൈയിൽ നിൽക്കണം. ഇവിടെ ഒരു ബോഡി ബ്രേക്ക് ചെയ്ത് പ്രൈസ് ബുള്ളിഷിലേക്ക് പോകുകയാണെങ്കിൽ ഓക്കെ, ബെറ്റർ. അല്ല ഈ ലിക്വിഡിറ്റി എടുത്തിട്ടാണ് തന്നെയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇനി സംഭവിക്കാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹൈ ലിക്വിഡേറ്റ് ചെയ്തിട്ട് വീണ്ടും താഴേക്ക് വീഴാം. എന്നുവെച്ചാൽ ആ ഒരു ഹൈ ഇച്ചിരി സ്ട്രോങ് ആയിട്ട് പ്രൈസ് നിൽക്കുന്നുണ്ട്. 1 അവറിലേക്ക് വരികയാണെങ്കിൽ 1 അവറിൻ്റെ OBന്ന് പ്രൈസ് ഫസ്റ്റ് വിക്ക് OBന്ന് പ്രൈസ് നല്ല റിയാക്ട് ചെയ്തു. ടാർഗറ്റൊക്കെ അടിച്ചു, പക്ഷേ ബോഡി ബ്രേക്ക് നടന്നില്ല. നേരെ വന്ന് ഡിസിഷൻ OBയിൽ വന്ന് 2 വിക്ക് OB ഡിസിഷനും ഉണ്ട്. നമുക്ക് ഫെയർ വാല്യൂ ഗ്യാപ്പുള്ള ഡിസിഷൻ OB ഉണ്ട്. നേരെ ഡിസിഷൻ OB വന്ന് അതിൽ നിന്നാണ് പ്രൈസ് മൂവ് ചെയ്തേക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ സെല്ലിലേക്കുള്ള സാധ്യതയും നമുക്ക് യൂസ് ചെയ്യാം, ബൈയിലേക്കുള്ള സാധ്യതയും യൂസ് ചെയ്യാവുന്ന ഒരു പൊസിഷനിലാണ് നിൽക്കുന്നത്. അതേപോലെ നമുക്ക് ഓസ്ട്രേലിയൻ ഡോളറിലേക്ക് വരാം. മന്തിൻ്റെ നോക്കണമെങ്കിൽ നമ്മുടെ യൂറോയിസ്റ്റിൽ കണ്ട അതേ ക്യാൻഡിലാണ് നമുക്ക് മന്തിലും കാണാൻ പറ്റുന്നത്. നമുക്ക് ഈ ആഴ്ച പ്രൈസ് ബുള്ളിഷാണ്. ആ ഹൈ ഒക്കെ ഒന്ന് ലിക്വിഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഡേയുടെ ഐഡിയം എടുത്ത് ഈ OBയിൽ നിന്നുള്ള റിയാക്ഷൻ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 3 ഡേയ്സ് കൊണ്ട് അതിൻ്റെ ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്തു.
പുതിയ ബ്രേക്ക് സ്ട്രക്ചർ ആകുന്നു. ഇനിയിപ്പോൾ നമുക്ക് നിൽക്കുന്ന ബൈ പൊസിഷൻ, ഈ ഒരു പൊസിഷൻ നല്ലൊരു ബൈ ആണ്. അതേപോലെ തന്നെ നമുക്ക് നേരെ 4 ഹവറിലേക്ക് വരികയാണെങ്കിൽ 4 ഹവറിൽ ഈ ഒരു ഡേയിൽ തന്നെ 4 ഹവർ ലോബി ഉണ്ട്. അപ്പോൾ അതിൽ വന്ന് മിറ്റിഗേറ്റ് ചെയ്ത് പോകണമെങ്കിൽ ഇപ്പോൾ ഇന്ന് റിയാക്ട് ചെയ്ത് തിരിച്ച് വന്ന് ഇതിൽ വന്ന് മിറ്റിഗേറ്റ് ചെയ്തിട്ടും മൂവ് ചെയ്യാം. അപ്പോൾ അതാണെങ്കിൽ രണ്ടും ട്രേഡ് ചെയ്യാം. മറ്റേത് നിങ്ങൾ ടാർഗറ്റ് കറക്റ്റായിട്ട് വെച്ചാൽ മതി. നിങ്ങൾ ഒരിക്കലും സ്റ്റോപ്പ് ലോസ് വെക്കാതെ കറക്റ്റ് ടാർഗറ്റ് ചെയ്ത് ബ്രേക്ക് ചെയ്യാനൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ട്രേഡ്സുകൾ നമുക്ക് അവിടെ കിട്ടുക. 1 ഹവറിലാണെങ്കിൽ ഇവിടെ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതൊന്നും നോക്കണ്ട, ഇവിടെ നിന്ന് ഒരു പൊസിഷനിലൊക്കെ നമുക്ക് കിട്ടി ട്രേഡ് കിട്ടണമെങ്കിൽ ബൈ ഒക്കെ നോക്കാവുന്നതാണ്. ഇതിൽ കൂടുതൽ ബൈ തന്നെയാണ് നോക്കേണ്ടത്. അതേപോലെ സെല്ല് നോക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം ഓസ്ട്രേലിയൻ ഡോളർ സെല്ല് നോക്കാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും നെക്സ്റ്റ് വീക്ക് നല്ല പ്രോഫിറ്റ് ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.